അപ്പോൾ തുടങ്ങുകയല്ലേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായി സ്വാഗതം. മോഹൻലാലിനെ സംബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്താലും അത് പെട്ടെന്ന് വൈറലാകും. ലോകത്തെമ്പാടും മലയാളികളുണ്ട് എന്നറിയാമല്ലോ. മലയാളികളുള്ളിടത്തെല്ലാം ലാലേട്ടനെ അത്രമേൽ ഇഷ്ടമാണ്. ലാലേട്ടൻ എവിടെ പോയാലും അവിടെ ഒരു ക്യാമറ ഫേസ് എവിടെയെങ്കിലും കാണും. ആരെങ്കിലും മൊബൈലിനകത്ത് ലാലേട്ടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പകർത്തി നമുക്ക് അയക്കുകയും ചെയ്യും. അപ്പം കുറച്ച് ദിവസമായിട്ട് ലാലേട്ടൻ അമേരിക്കയിലുണ്ട്. സ്റ്റേജ് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് അയർലൻഡിലും അങ്ങനെ അമേരിക്കയിലും ഒക്കെ സ്റ്റേജ് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ലാലേട്ടൻ പോയതായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ലാലേട്ടൻ തിരിച്ചു വന്നിട്ടില്ല, അമേരിക്കയിൽ തന്നെ ഉണ്ട്. കുടുംബസമേതം അമേരിക്കയിൽ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. അപ്പം ലാലേട്ടൻ കഴിഞ്ഞ ഫുട്ബോൾ മത്സരങ്ങളിലെല്ലാം തന്നെ ലാലേട്ടൻ കാണാനിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. സ്റ്റേഡിയത്തിൽ മലയാളികളാണല്ലോ അവിടെയുണ്ട്, ലാലേട്ടനുമായിട്ട് വിളിച്ച് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ പെട്ടെന്ന് പല ചിത്രങ്ങളും വൈറലാകുന്നതും കണ്ടു. അതിനിടയിലാണ് ലാലേട്ടൻ ഇന്ന് രാവിലെ ഒരു ഒരു ഫോട്ടോ പങ്കുവെച്ചത്. ഒരു തൊപ്പിയൊക്കെ വെച്ച് ലാലേട്ടൻ്റെ ഒരു സ്റ്റൈൽ. അത് കണ്ടപ്പോൾ തന്നെ ചില ഹോളിവുഡ് സിനിമകളെയൊക്കെ അനുസ്മരിക്കുന്ന ഒരു പാറ്റേണായിട്ട് നമുക്ക് തോന്നി. അങ്ങനെ ഒരു പടം ഇറങ്ങിയിരുന്നെങ്കിൽ നന്നായി എന്ന് ആരാധകർ പറയുന്നുണ്ട്. ആ വേഷത്തിൽ അത്രമേൽ സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കുകയും ചെയ്തു. ലാലേട്ടനെ സംബന്ധിച്ച് നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ കാണുന്നതാണ്, ലാലേട്ടൻ എന്ത് ചെയ്താലും അത് വൈറലാണ്. സിനിമയിലും നമ്മളെ അതിശയിപ്പിക്കും, പൊതുജീവിതത്തിലും ലാലേട്ടൻ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇതിനിടയിൽ അല്പം മുമ്പ് ലാലേട്ടൻ മറ്റൊരു ചിത്രം പങ്കുവച്ചു. യുവനടനായ ഫഹദ് ഫാസിലുമായിട്ട് ചേർന്ന് നിൽക്കുന്നൊരു പടം. അതും പെട്ടെന്ന് വൈറലായി. അതുപോലെ തന്നെ ലാലേട്ടൻ സ്റ്റേഡിയത്തിൽ നിന്ന് പല ചിത്രങ്ങളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു ഈ സെമി ഫൈനൽ മത്സരങ്ങളുടെ ഇടവേളകൾ. അതുപോലെ തന്നെ ഫഹദ് ഫാസിലും ലാലേട്ടനും എല്ലാം കൂടെ സ്റ്റേഡിയത്തിൽ നിൽക്കുന്ന ഫോട്ടോയൊക്കെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവർ തമ്മിൽ ചേർന്ന്, ഫഹദും ലാലേട്ടനും കൂടെ ചേർന്ന് പുതിയൊരു ചിത്രത്തിൻ്റെ പണിപ്പുരയിലാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും അതൊക്കെ വഴിയേ അറിയാൻ പറ്റും. ലാലേട്ടൻ്റെ ഈ ചിത്രങ്ങൾ തന്നെ പെട്ടെന്ന് വൈറലാകുകയും ആരാധകരുടെ പ്രശംസയൊക്കെ ഏറ്റുവാങ്ങുകയും ചെയ്തു. ലാലേട്ടൻ ഫൈനൽ കാണാനും അമേരിക്കയിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ലാലേട്ടൻ എവിടെയുണ്ടെങ്കിലും അവിടെ ഒരു മലയാളിയുടെ ഫോണ് അവിടെ കാണും. കാരണം ലാലേട്ടൻ എന്ത് ചെയ്താലും അത് പകർത്തും, അത് നമുക്കായിട്ട് വീഡിയോ ഒക്കെ ചെയ്യും. അതാണല്ലോ സ്റ്റൈൽ. ഓണത്തിന് ലാലേട്ടൻ്റെ 2 ചിത്രങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ഒന്ന് ലാലേട്ടൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയിക്കുന്ന ആഗസ്റ്റ് ആദ്യവാരം റിലീസാകുന്ന തുടക്കം എന്ന ചിത്രമാണ്. അതുപോലെ പൃഥ്വിരാജ് നായകനായ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന ചിത്രത്തിലും ലാലേട്ടൻ ഉണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ ഈ ഓണത്തിനും ലാലേട്ടൻ നമ്മളെ ത്രസിപ്പിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. ലാലേട്ടൻ ഇല്ലാതെ നമുക്കെന്താ ആഘോഷമല്ലേ? ഈ ഓണവും കളർഫുള്ളാകാൻ ലാലേട്ടൻ എത്തും. അതിനുവേണ്ടിയാണ് നമ്മളുടെ കാത്തിരിപ്പ്. ഇതിനിടയിലാണ് ഈ 2 ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വൈറലാകുന്നത്. പലപ്പോഴും ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ്. ലാലേട്ടൻ അഭിനയം തുടങ്ങിയപ്പോൾ മുതൽ ലാലേട്ടനാണ് നമ്പർ 1. ഇപ്പോഴും അത് തുടരുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ? ആ സ്റ്റൈല് പ്രത്യേകമാണ്. കാരണം ഇത്രയും പ്രായമായിട്ടും ലാലേട്ടൻ്റെ ആ സ്റ്റൈലിന് യാതൊരുവിധ മാറ്റമില്ല അല്ലേ? ഫോട്ടോ കണ്ടവരെല്ലാം അത് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഇതുപോലൊരു സിനിമ, ഈ വേഷത്തിൽ ഒരു സിനിമ വന്നു കഴിഞ്ഞാലും അത് പൊളിക്കുമെന്ന് ആരാധകർ പറയുന്നുണ്ട്. അതിന് ലാലേട്ടൻ തയ്യാറാകുമോ എന്നൊക്കെയുള്ളത് കണ്ടു തന്നെ അറിയണം. അങ്ങനെ ഓണത്തിനും തിയേറ്ററുകൾ പൂരപ്പുറമ്പാക്കാൻ ലാലേട്ടൻ എത്തും, ഉറപ്പ്. അതിനിടയിലാണ് ലാലേട്ടൻ്റെ ഈ 2 പടങ്ങളും പെട്ടെന്ന് വൈറലാകുന്നത്. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.